glorify him നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ in faith. വിശ്വാസത്താൽ Thank you, Jesus. നന്ദി യേശു എന്ന് പറയുമ്പോൾ Jesus is my Lord. യേശു എന്റെ കർത്താവാണ്, The Lord is my helper. എന്റെ കർത്താവ് എന്റെ സഹായകനാണ്. The more you say that, നിങ്ങൾ അത് കൂടുതൽ കൂടുതൽ പറയുമ്പോൾ the more manifestations will happen. കൂടുതൽ ദൈവിക വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. The more demons will leave. നിങ്ങൾ പിശാച് വിട്ടുമാറും. Everything that is hindering will leave. നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ മുഴുവൻ മാറും. Because whatever is happening, എന്തുകൊണ്ടെല്ലാം സംഭവിക്കുന്നത് മുഴുവൻ you are glorifying God. നിങ്ങൾ ദൈവത്തിന് മഹത്വം You കൊടുക്കുമ്പോൾ, are glorifying God. നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ The treasure is being shining in you. നിങ്ങളുടെ അകത്തിരിക്കുന്ന നിക്ഷേപം വിളകുവാൻ തുടങ്ങും. You will operate the unseen world. നിങ്ങൾ അദൃശ്യ മണ്ഡലത്തിൽ പ്രവർത്തനക്ഷമമാകും. You are shaking something. നിങ്ങൾ ചിലതിനെ കുലുക്കുവാൻ തുടങ്ങും. That is why അതുകൊണ്ടാണ് Colossians 3:17 says, കൊലോസ്യർ 3:7 പറയുന്നു, whatever you do, നിങ്ങൾ ചെയ്യുന്നതെല്ലാം, whatever you do, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും, whatever you do, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും in word വാക്കിനാലോ or in deed, ക്രിയയാലോ do it. ചെയ്യുമ്പോൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്യുക. ആമേൻ. Do it in the Lord Jesus. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്യുക.